നാളെ പെരുന്നാളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പെരുന്നാൾ, ചെറിയ പെരുന്നാൾ സുദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസി അവൻ്റെ മനോഭാവം എന്തായിരിക്കണം? അവൻ്റെ നാവിൽ നിന്നും ആദ്യമായി വരേണ്ട വാക്ക് ഏതാണ്? പരിശുദ്ധമായ റമദാനിൻ്റെ 1 മുതൽ അവസാനം വരെ നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പും നിസ്കാരവും എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം അതുകൂടി നമ്മൾ ചെയ്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. ഏതാണ് ആ കാര്യങ്ങൾ? നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കമൻറ്റിലൂടെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ നമ്മുടെയും എല്ലാവിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള സുഖവും സന്തോഷവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പരിശുദ്ധമായ റമദാൻ അൽഹംദുലില്ലാഹ് അത് 1 മുതൽ 29 നോമ്പ് നമ്മൾ പൂർത്തിയാക്കി. ഇനി ഒരുപക്ഷെ ഇന്ന് അവസാന നോമ്പാവാൻ സാധ്യതയുണ്ട്. ഇന്ന് പരിശുദ്ധമായ നോമ്പ് 29 ഇന്ന് മഗ്രിബോടു കൂടി പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ നാളെ നമ്മൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി പിറ കണ്ടില്ല എങ്കിൽ നാളെ റമദാൻ 30 നോമ്പ് പൂർത്തിയാക്കി മറ്റന്നാൾ ശനിയാഴ്ചയായിരിക്കും പെരുന്നാൾ. ഇനി ഇന്ന് മഗ്രിബോട് കൂടി നമ്മൾ പിറ കണ്ടാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. മാത്രമല്ല ഇന്ന് പിറ കണ്ടാൽ പെരുന്നാൾ രാവുമാണ്. ദുആക്ക് ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു രാവുണ്ടാവില്ല. ദുആക്ക് ഇജാബത്ത്. പക്ഷേ പല ആളുകളും അത് വിസ്മരിച്ചു പോകും. പല ആളുകളും വലിയ തിരക്കിലായിരിക്കും. എന്ത് തിരക്കാണെങ്കിലും ഒരല്പസമയം റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ എന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ സാധിച്ചാൽ നമുക്ക് വലിയ ഖൈറാൻ. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് വെള്ളിയാഴ്ച രാവായണ്. മാത്രമല്ല ഇന്ന് നിലാവ് കണ്ടാൽ പെരുന്നാൾ രാവ് കൂടിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചില യുവാക്കളൊക്കെ ഈ റമദാൻ കഴിയാൻ കാത്തിരിക്കുകയാണ്. നാളെ പെരുന്നാളായിട്ട് വേണം എന്ത് ചെയ്യാൻ? സിനിമക്ക് പോവാൻ, അല്ലെങ്കിൽ റമദാനിന് മുമ്പ് എന്താണോ നിർത്തിവെച്ചത് അത് തുടങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ടാകും. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ടൊന്നും ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് റമദാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം റമദാൻ 29 മതി, നാളെ പെരുന്നാളായാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഒരു നോമ്പ് കൂടി. കാരണം റമദാനിലെ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലമൊക്കെ അറിഞ്ഞാൽ അള്ളാഹുവേ വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ നമുക്ക് ആ ചിന്തയൊന്നും വരാത്തത് കൊണ്ട് നാളെ പെരുന്നാളായാൽ മതി, 29 29 എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തയൊക്കെ മാറ്റിവെക്കുക. നാളെ 30 ആവണം എന്നുള്ള ഒരു ദുആ നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ ഖദറാണ്, ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ ആ ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മളിലേക്ക് ഒരുപക്ഷെ കടന്നു വരുന്ന പെരുന്നാൾ രാവ്, ആ പെരുന്നാൾ രാവ്, അതായത് നാളെ പെരുന്നാളാണെന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റുണ്ട്. അതായത് ഇന്ന് പെരുന്നാൾ രാവാണെങ്കിൽ, ഇന്നത്തെ മഗ്രിബിൻ്റെ സമയത്ത് നമ്മൾ അറിഞ്ഞു, നിലാവ് കണ്ടു, നാളെ പെരുന്നാളാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ 29 അല്ലെങ്കിൽ 30 പൂർത്തിയാക്കിയിട്ട് പിറ കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്തായാലും പറഞ്ഞിരിക്കണം. എന്താണ്? അല്ലാഹു അക്ബർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ആ ദുആ എല്ലാവരും ഏറ്റുപറയുക. അപ്പോൾ ഇന്നത്തെ മഗ്രിബിൻ്റെ സമയത്ത് പിറ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള ഈ ദിക്ർ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, സഹോദരങ്ങൾ എല്ലാവരും ഈ ദിക്ർ നിർബന്ധമായും പറഞ്ഞിരിക്കുക. കാരണം അത്രമാത്രം പ്രതിഫലമാണ് അള്ളാഹ് നൽകുന്നത്. നിർബന്ധമെന്ന് പറഞ്ഞാൽ ഇത് നിസ്കാരം പോലെ നിർബന്ധം എന്നല്ല ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറിച്ച് നമുക്ക് സ്വർഗം ഉറപ്പായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട വലിയ ശക്തിയുള്ള, വലിയ ഗൗരവമുള്ള ഒരു അമലാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മഗ്രിബോട് കൂടി പെരുന്നാളിൻ്റെ രാവ് കണ്ടാൽ
പെരുന്നാളാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുക? ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം അത് പറയുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ റഅൽ ഹിലാല, നിങ്ങൾ ഹിലാലിനെ കണ്ടാൽ, അതായത് പെരുന്നാൾ പിറ കണ്ടാൽ നിങ്ങൾ പറയേണ്ട ഏറ്റവും ശക്തിമത്തായ ഒരു ദിക്ർ, ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈരിൻ. ഈ ദിക്റാൻ ഒന്നുകൂടി പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈരിൻ. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി പറയുന്നത് 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹുവേ നീയാണ് വലിയവൻ. അതേത് സമയത്തും ഒരു മുഅ്മിൻ പറയേണ്ടതാണ്. നിസ്കാരത്തിൽ നമ്മൾ പറയും അല്ലാഹു അക്ബർ, അല്ലേ? എന്തെങ്കിലും ഒരു ജിജ്ഞാസയുള്ള കാര്യം കേട്ടാലും കണ്ടാലും പറയേണ്ട വാക്കും അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു അക്ബർ സന്തോഷത്തിൻ്റെ സമയത്ത് പറയുക അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിലേക്ക് ഉദിച്ചു വന്നിരിക്കുന്ന ഈ ചന്ദ്രക്കല, ഈ പിറ, അതിനെ വിശ്വാസത്തോടെയും നിർഭയത്വത്തോടുകൂടി ഞങ്ങൾക്ക് നീ ഉറപ്പിച്ച് തരണേ അല്ലാ. മാത്രമല്ല വസ്സലാമത്തി വൽ ഇസ്ലാം, സുരക്ഷയിലും ഇസ്ലാമിലുമായിട്ട് അല്ലാഹുവേ ഇതിനെ നീ ഉറപ്പിച്ച് നിർത്തണേ, ഇതിനെ നീ ഉറപ്പിച്ച് നിർത്തണേ. പിന്നെയോ റബ്ബി വറബ്ബുകല്ലാഹ്. പിന്നെ പറയുന്നത് ഹിലാലിനെ നോക്കിയാൻ, ആ ചന്ദ്രനോടാണ് നമ്മുടെ അഭിസംബോധന. ഓ ചന്ദ്രൻ, നിന്റെയും ഓ നിലാവേ, നിന്റെയും എൻ്റെയും രക്ഷിതാവ് അള്ളാഹുവാണ്. ഹിലാലു റുഷ്ദിൻ വ ഖൈരിൻ, അള്ളാഹുവെ സന്മാർഗത്തിൻ്റെയും ഖൈറിൻ്റെയും ഒരു ചന്ദ്രനാക്കി, ഒരു പിറയാക്കി, ഒരു മാസമാക്കി ഞങ്ങൾക്ക് ഇതിനെ നീ നൽകണേ എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം, 3 പ്രാവശ്യം എന്ത് പറയുക? സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ദുആയൊക്കെ എത്രയോ കടിച്ചാൽ പൊട്ടാത്ത ദുആയല്ലേ ഉസ്താദെ, ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും നിങ്ങൾ ആരും ചോദിക്കേണ്ട, ചിന്തിക്കേണ്ട. കാരണം ഇതൊക്കെ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. ഇത് എല്ലാ മാസവും പിറ കാണുന്ന സമയത്ത് ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള ദിക്റാണ്. ഏതാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈർ. അപ്പോൾ ഈ ദുആ പരിപൂർണമായ ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ദിക്ർ അത് ഇന്ന് പിറ കണ്ടാലാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇന്ന് പിറ കണ്ടില്ല എങ്കിൽ പിന്നെ 30 നോമ്പ് പൂർത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? പെരുന്നാളിലേക്ക് കിടക്കുന്നു. അപ്പോൾ നാളെ മഗ്‌രിബോട് കൂടി ഈ ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹു നൽകുന്നതാണ്. നാളെ പിറ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുകയേ വേണ്ട. കാരണം ഉറപ്പാണ് നോമ്പ് 30 പൂർത്തിയായി പിന്നെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന്. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ അത് ചൊല്ലി തുടങ്ങുക. അതുപോലെ തന്നെ ഇന്നത്തെ മഗ്‌രിബോട് കൂടി പെരുന്നാൾ രാവ് ആണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഈ പറഞ്ഞത്, ഈ ദിക്ർ പറയുക. രണ്ടാമത് തക്ബീർ അധികരിപ്പിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അത് ഏത് സമയത്തും നമുക്ക് ചൊല്ലാം. ബാത്റൂമിൽ ആയിരിക്കുന്ന സമയത്തൊഴിച്ച് ബാക്കി ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്ന ദിക്ർ. ഉമ്മമാർക്ക് നിസ്കാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഏത് സമയത്തും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. വലിയ പ്രതിഫലമുള്ള ഒരു അമലാണ് തക്ബീർ ചൊല്ലുക. പെരുന്നാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തക്ബീർ കൊണ്ട് മുഖരിതമാക്കാൻ നബി തങ്ങളുടെ പല ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് ഈ ദിക്ർ പറയുക, അതുപോലെ തക്ബീർ ചൊല്ലുക. പിന്നെയാണ് തുടങ്ങുന്നത് ഫിത്ർ സകാത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെയുള്ള ആ ടൈം, അതായത് ഇന്നത്തെ രാത്രിയും
നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രിയും നാളെ സുബഹി കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പുള്ള ആ ടൈം ഉണ്ടല്ലോ, ഏകദേശം ഒരു 8 മണിയോ അല്ലെങ്കിൽ 7:30ക്കോ ആ മുമ്പുള്ള ആ ടൈമിലാണ് ഫിത്ർ സക്കാത്തിൻ്റെ അരി നമുക്ക് കൊടുക്കാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയം. റമദാൻ 1 മുതലേ കൊടുക്കാം, അങ്ങനെ കൊടുക്കുന്ന ആളുകളുമുണ്ട്. എന്നാലും ഈ ഒരു ടൈമാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള ടൈം. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവർ ഈ ടൈമിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരസ്പരം അറിയിക്കൽ സുന്നത്താണ്. പിറ കണ്ടു എന്ന് മറ്റുള്ളവരോട് പറയൽ സുന്നത്താണ്. എന്ന് വിചാരിച്ച് മൊബൈൽ എടുത്ത് പിറ കണ്ടു എന്നുള്ള ആ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ആക്കി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണം എന്നൊന്നുമല്ല ഈ പറഞ്ഞത്. ആ സുന്നത്ത് കിട്ടാൻ വീട്ടിലുള്ള ഭാര്യ, നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിറ കണ്ടു കേട്ടോ, ഇന്ന സ്ഥലത്ത് പിറ കണ്ടു എന്ന് പറയൽ സുന്നത്താണ്. പിറ കണ്ടു എന്ന വാർത്ത അറിയിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് കിട്ടാൻ നമ്മുടെ വീട്ടിലുള്ളവരോട് ഒന്ന് പറയുക, പിറ കണ്ടു കിട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ആ സുന്നത്ത് കിട്ടും. പിറ കാണുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദർ നേതൃത്വങ്ങൾ അറിയിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഫേക്കായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത്. അവിടെ പിറ കണ്ടു, ഇവിടെ പിറ കണ്ടു, എവിടെന്നോ കിട്ടി, നമ്മളതെടുത്ത് തട്ടി, നമ്മളത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടു, നമ്മൾ സ്റ്റാറ്റസ് ആക്കി, അങ്ങനെയല്ല. ഉറപ്പായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, പിറ കണ്ടു എന്നുള്ള വാർത്ത നമ്മൾ പറയാവൂ, പ്രചരിപ്പിക്കാവൂ. അല്ലെങ്കിൽ കളവ് പ്രചരിപ്പിച്ച ശിക്ഷയാണ് കിട്ടുക. 30 ദിവസം നോമ്പ് പിടിച്ച് 29 ദിവസം നോമ്പ് പിടിച്ചിട്ട് അന്നത്തെ രാത്രി, പെരുന്നാളിൻ്റെ തലേ രാത്രി കൊണ്ടുപോയി അതെല്ലാം ഉടച്ചു കളയുന്ന സ്വഭാവം നമുക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ മതനേതൃത്വം പറയും കാലാവസ്ഥയൊക്കെ പല പ്രതികൂലമായ സാഹചര്യമായതിനാൽ ഒന്നുകൂടി കാത്തിരിക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവർ അറിയിച്ചതിന് ശേഷം മാത്രം ആ വിശ്വസ്തമായ വാർത്ത നമ്മൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാവൂ. ഫേക്കായിട്ടുള്ള വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കരുത്. അത് വലിയ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തആല നമുക്ക് വലിയ ശിക്ഷയായിരിക്കും തരുക. കാരണം അത് വെറും നിസ്സാരമല്ല. മറ്റുള്ളവരെ ഒന്നുകൂടി ആഗ്രഹിപ്പിക്കലും മറ്റുള്ളവരുടെ ആ ക്ഷമയെ പരീക്ഷിക്കലും അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ശിക്ഷ കിട്ടാൻ കാരണമാണ്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്താ പറയണേ? എന്തിനാ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടത്? കഴിഞ്ഞുപോയ ഒരു മാസം ചെയ്ത അള്ളാഹുവെ അമലുകളെല്ലാം നീ സ്വീകരിക്കണം, അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കണം. ഞങ്ങളിതാ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്, കാലുവെക്കുകയാണ്, പെരുന്നാളോടുകൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. ഇതിലെല്ലാവിധ ഖൈറുണ്ടാവാൻ വേണ്ടി ഇസ്തിഗ്ഫാർ പറയുക. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് എന്ത്? പെരുന്നാൾ ആശംസകൾ പറയൽ. പെരുന്നാൾ, അതായത് ഇന്ന് മഗ്രിബിന് നമ്മൾ പിറ കണ്ടാൽ പിന്നെ പെരുന്നാൾ തുടങ്ങുകയാണ്, പെരുന്നാൾ രാവാൻ. ആ പെരുന്നാൾ രാവിൽ ഒരുപാട് കണ്ട് എന്ത് പറയുക, മറ്റുള്ളവർക്ക് ആശംസകൾ അറിയിക്കുക. ഈദ് മുബാറക് എന്ന് പറയാം. അതിനേക്കാൾ ഏറ്റവും ഖൈറായിട്ടുള്ളത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ എന്ന ആ ഒരു ദിക്ർ പറയലാണ്. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കലാണ്. അപ്പോൾ ആളുകൾ ചിന്തിക്കും, ഉസ്താദേ അപ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള സ്റ്റിക്കർ അയച്ചാൽ മതിയോ? സ്റ്റിക്കർ അയച്ചാലും പ്രതിഫലം കിട്ടും. പക്ഷേ സ്റ്റിക്കർ അയക്കുന്ന സമയത്ത് എന്താണോ സ്റ്റിക്കർ അയക്കുന്നത്, തഖബ്ബലല്ലാഹയാണെങ്കിലും മാഷാഅല്ലാഹയാണെങ്കിലും ഈദ് മുബാറക് ആണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അത് ആദ്യം നമ്മൾ പറഞ്ഞിട്ട് വേണം അയക്കാൻ. എന്നാലേ ആ അയക്കുന്നത് കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുകയുള്ളൂ. അതുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ എന്ന ആ ഒരു ആശംസ അറിയിക്കലും പ്രത്യേകം സുന്നത്താണ്. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ എത്രയോ നമ്മൾ പറഞ്ഞ് തേഞ്ഞു പോവലല്ല, പറയുന്തോറും നമുക്ക് അതിൻ്റെ പ്രാധാന്യം കൂടി വരണം. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പരിശോധിക്കുന്ന ഒരു സമയമാണ്. ആരാണ് ഇബാദത്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മുഅ്മിൻ ദുആ രക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ വന്ന് അള്ളാഹുവിനോട് പറയും, റബ്ബേ ഇന്നാലിന്ന മനുഷ്യൻ അവൻ ദുആ ചെയ്യുന്നുണ്ട്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, മഹത്വമുള്ള രാവാണ്, ഇവൻ്റെ ദുആ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ രക്കും. അങ്ങനെ ദുആ രക്കണമെങ്കിൽ ഇന്നത്തെ മഗ്രിബോട് കൂടിയുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി സൂറത്തുൽ കഹഫ് ഓതുക, അതുപോലെ സുന്നത്തായ കർമ്മങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ദിക്റുകൾ, സ്വലാത്ത് പ്രത്യേകിച്ച് നമ്മൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അതിശ്രേഷ്ഠമാണ്, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഇന്ന് നിലാവ് കണ്ടാൽ പെരുന്നാൾ രാവാണ്. പെരുന്നാൾ രാവ് ആയിക്കോട്ടെ അല്ലാതാവട്ടെ, പക്ഷേ വെള്ളിയാഴ്ച രാവിന് വലിയ മഹത്വമാണ്. അതായത് ഒരു മാസത്തിൻ്റെ വരമ്പിലാണ് നമ്മൾ നിൽക്കുക. ഒരു ശക്കിൻ്റെ ദിവസമാണ്. ചിലപ്പോൾ നാളെ ഈ മാസം 30 ആവാം, ചിലപ്പോൾ മറ്റൊരു മാസത്തിൻ്റെ തുടക്കമാവാം. എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ രാവ് വെള്ളിയാഴ്ച രാവാണ്. അത് വളരെ ശ്രേഷ്ഠമാണ്. ഇൻഷാ അല്ലാഹ് പരമാവധി ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനത്തിലും ഈ രാവിലും പകലിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പവിത്രമായ റമളാനിലുള്ള ഓരോരോ അറിവുകൾ
അത് നമ്മൾ കേൾക്കുക, അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഷെയറിന് ഓരോന്നിനും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ കൂലിയാണ്, പ്രതിഫലമാണ്. കാരണം നമ്മൾക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കുവാനും അതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ കാണിക്കുന്ന ആ മനസ്സ് അത് വളരെയധികം അള്ളാഹുവിന് ഇഷ്ടപ്പെടും. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ഉപ്പമാർ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റായി ദുആവസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാവിധത്തിലുള്ള കണ്ണേർ, സിഹർ, നാന്തോഷങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പ്രവാസികളായ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നുണ്ട്, ദുആവസിയത്ത് എഴുതുന്നുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും അവരുടെയൊക്കെ ജോലികളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപകട മരണങ്ങളെ തൊട്ട്, ആക്സിഡൻറ്റുകളെ തൊട്ട് അള്ളാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി തൗബയോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നാണല്ലോ ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപ്പമാർക്ക് സംശയങ്ങൾ ഏറെയാണ്. ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ ഫിത്ർ സക്കാത്തിൻ്റെ അരി ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക്, അയൽവാസികൾക്ക് കൊടുക്കാമോ? ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ പൈസ കൊടുത്താൽ പോരെ, അരി ഇപ്പോൾ എല്ലാ വീട്ടിലും കിട്ടുമല്ലോ, പൈസ കൊടുത്താൽ പോരെ? അങ്ങനെ മുടന്തൻ ന്യായം പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടോളി. ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ചില ആളുകൾ ഈ ഫിത്ർ സക്കാത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി മകൻ, മകള്, മകൻ, ജ്യേഷ്ഠൻ, അനുജൻ, ജ്യേഷ്ഠൻ, ഈ 4 വീട് ഇങ്ങനെ കറങ്ങി കൊടുക്കും. ചില ആളുകൾ അമ്മായി മാമാമാര്, മാമ എളിയമ്മമാര്, എളിയമ്മ മൂത്താപ്പമാര്, മൂത്താപ്പ കൊച്ചാപ്പമാര് പരസ്പരം അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് അർഹരാണോ എന്ന് നോക്കണം. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ആരാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടതിൻ്റെ അളവെന്താണ്, എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ആർക്ക്, എപ്പോൾ, എവിടെ, എങ്ങനെ കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ച ഒരു വീഡിയോയാണ് ഇത്. നിങ്ങൾ കണ്ടു നോക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.